ഇറാൻ തുറമുഖങ്ങൾക്കുള്ള ഉപരോധം ശക്തമായി നടപ്പാക്കുകയാണ് യുഎസ് സെൻട്രൽ കമാൻഡ്. 12ഓളം കപ്പലുകൾ തിരിച്ചയച്ചതായി സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ഹോർമൂസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഒമാൻ പ്രതിനിധികൾ ഇറാനിലെത്തി. 13 ദിവസം തുടർച്ചയായി ഇറാനിൽ ആക്രമണം നടന്നതിനു ശേഷമാണ് ഈയൊരു നടപടി ഇപ്പോൾ തുടരുന്നത്. ഇറാൻ തുറമുഖങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധം ശക്തമാക്കി യുഎസ് സെൻട്രൽ കമാൻഡ്. 12 കപ്പലുകൾ തിരിച്ചയച്ചു. 2 കപ്പലുകൾക്ക് നേരെ യാത്ര തുടരാനാവാത്ത വിധം സൈനിക നടപടികൾ സ്വീകരിച്ചതായും സെൻട്രൽ കമാൻഡ് അറിയിച്ചു. IRGCയുടെ എണ്ണ വിൽപ്പനയിലൂടെയുള്ള വരുമാനം ഇല്ലാതാക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായാണ് ഉപരോധം ശക്തമാക്കി തുടരുന്നത്. അതേസമയം ഹോർമുസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാനുമായി ഒമാൻ ചർച്ചകൾ ആരംഭിച്ചു. ഒമാൻ പ്രതിനിധികൾ ചർച്ചകൾക്കായി ടെഹ്റാനിലെത്തിയിട്ടുണ്ട്. 13 ദിവസത്തെ തുടർച്ചയായ അതിശക്തമായ സൈനിക നടപടികൾക്ക് ശേഷം ഇറാനെതിരായ ആക്രമണങ്ങൾ താൽക്കാലികമായി യുഎസ് നിർത്തിവച്ചിരിക്കുകയാണ്. അതിശക്തമായ ആക്രമണം ഉടൻ ഉണ്ടാകില്ലെന്ന് ട്രംപും അറിയിച്ചിരുന്നു. സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ തയ്യാറെന്നും ട്രംപ് അറിയിക്കുന്നുണ്ട്. ഇറാൻ യുഎസ് സമാധാന ചർച്ചകൾക്കുള്ള വഴി തുറക്കുന്നു എന്ന സൂചനകളാണ് നിലവിൽ പുറത്തുവരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.